കരൂരിലാണ് ഈ ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. തമിഴക വെറ്റുകഴകം നേതാവ് വിജയുടെ പ്രചാരണ റാലിക്കിടെയാണ് അപകടമുണ്ടായിരിക്കുന്നത്. നിരവധി ആളുകളാണ് കുഴഞ്ഞു വീണത്. സ്വാഭാവികമായിട്ടും വിജയ് എത്തിച്ചേരുന്നിടത്തൊക്കെ വലിയ ജനക്കൂട്ടമുണ്ടായിരുന്നു. അങ്ങനെ എത്തിയിട്ടുള്ള ആളുകളാണ് നിയന്ത്രിക്കാൻ പറ്റാത്ത വണ്ണത്തിൽ ആളുകൾ എത്തിച്ചേർന്നത്. നമ്മൾ പലപ്പോഴായി പലയിടങ്ങളിൽ കണ്ടിട്ടുള്ള ദുരന്തത്തിന് സമാനമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിലും സംഭവിച്ചിരിക്കുന്നത്. മന്ത്രിമാരൊക്കെയും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇതിന്റെ ഏകോപനം ആ തരത്തിൽ നടത്തുകയാണ്. ശ്രീധരൻ തുടരുന്നുണ്ട്. ശ്രീധരൻ, ഇത് എങ്ങനെ, അതായത് ഈ കരൂർ എന്ന് പറയുന്ന സ്ഥലം, അങ്ങോട്ടേക്ക് ഇപ്പോൾ മന്ത്രിമാരൊക്കെ എത്തിച്ചേരുന്നു എന്ന് മനസ്സിലാകുന്നു. ഇത് എവിടെയാണ് കൃത്യമായിട്ട്? ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഏകോപനം എന്നറിയുന്നു. മറ്റ് ആ തരത്തിലുള്ള സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? 10 പേരുടെ മരണം സ്ഥിരീകരിക്കുകയാണ്. അതായത് മന്ത്രി മാ സുബ്രഹ്മണ്യം തന്നെ ഈ മരണസംഖ്യ 10 ആയതായി സ്ഥിരീകരിക്കുന്നു. തമിഴ്നാട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സ്ഥിരീകരണം വരികയാണ്. 10 പേർ മരിച്ചു എന്ന് മന്ത്രി മാ സുബ്രഹ്മണ്യം, അതായത് മാ സുബ്രഹ്മണ്യം തന്നെ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു. ഇതിൽ 3 കുട്ടികളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ 3 കുട്ടികളുണ്ട്, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുണ്ട്, സ്ത്രീകളുണ്ട്. അങ്ങനെ 10 മരണം ഇപ്പോൾ സ്ഥിരീകരിച്ച് ഇരിക്കുകയാണ് അക്ഷയ. ഏതായാലും വലിയ ദുരന്തം തന്നെയാണ് ഉണ്ടായതെന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ സംവിധാനങ്ങൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ട്രിച്ചിയിൽ നിന്ന് ഇപ്പോൾ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘത്തെ എത്തിക്കാനുള്ള ഒരു നിർദ്ദേശം മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. മന്ത്രിമാരുടെ ഏകോപനത്തിനായി മന്ത്രിമാരെ അവിടേക്ക് അയച്ചിട്ടുണ്ട്. ഇതിനു പുറമെയാണ് ഇപ്പോൾ മറ്റ് സംവിധാനങ്ങൾ കൂടി അവിടെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. അത്ര വലിയ ആൾക്കൂട്ടം വിജയെ കാണാനും കേൾക്കാനും ഇപ്പോൾ കരൂരിലേക്ക് ഇന്ന് സന്ധ്യയ്ക്ക് എത്തിയിരുന്നു. അതിനിടയിൽപ്പെട്ടാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള പെടുന്നതും അതിന് ഇടയിൽ പല ആളുകൾ കുഴഞ്ഞു വീഴുന്നു. അങ്ങനെ വലിയ ദുരന്തം തന്നെയാണ് ഉണ്ടായത്. ആദ്യം പ്രാഥമികമായി 2 പേരുടെ മരണം ആണ് സംഭവിച്ചതെന്നാണ് ആദ്യമായി സ്ഥിരീകരിച്ചെങ്കിൽ ഇപ്പോൾ അത് മരണസംഖ്യ 10 ഉയർന്നു എന്നുള്ള വിവരമാണ് തമിഴ്നാട് മന്ത്രി മാ സുബ്രഹ്മണ്യം തന്നെ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. ഏതായാലും ഇതൊരു വലിയ ദുരന്തം ആയി. അതായത് ഒരു താരാരാധന മൂലം വന്ന ആളുകൾ രാഷ്ട്രീയം മാറ്റിവെച്ചാൽ വിജയെ കാണാനും കേൾക്കാനുമാണ് നിരവധി ആളുകൾ ഈ പരിപാടിയിലേക്കൊക്കെ എത്തുന്നത്. ആ അവസ്ഥയിൽ അത്രയും ആരാധനയോടുകൂടി വന്ന ആളുകളാണ് ഇങ്ങനെ വലിയ തോതിൽ ഉള്ള എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. ക്രൗഡിനെ, ഈ ആൾക്കൂട്ടത്തെ മാനേജ് ചെയ്യുന്ന തരത്തിലേക്കുള്ള നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ അവിടെ ഉണ്ടായിട്ടില്ലേ എന്നുള്ളതാണ്. ശ്രീധരൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു വലിയ വാർത്തയാവുകയാണ്, വലിയ ദുരന്തമാവുകയാണ്. മരണസംഖ്യ 10 ഉയർന്നിരിക്കുന്നു. ഏറെ വേദനയോടുകൂടിയാണെങ്കിലും ആ കാര്യം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കേണ്ടതുണ്ട്. 10 പേരുടെ മരണമാണ് ഇതിനകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. തമിഴക വെറ്റുകഴകം നേതാവ് വിജയെ, ഇളയ ദളപതിയെ കാണാനായി എത്തിയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള കുട്ടികളും പ്രായമായവരും ഒക്കെ അടങ്ങുന്ന ജനങ്ങളാണ്. അപാലവൃദ്ധം ജനങ്ങളും വിജയുടെ ആരാധകരാണ്. അവർ വിജയെ കാണാനായി എത്തിച്ചേർന്നതാണ്. അതിനിടയിലാണ് ഇത്രയും വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനാകാത്ത വണ്ണം ആൾക്കൂട്ടം പെരുകിയപ്പോൾ അതിനിടയിൽ സംഭവിച്ച ദുരന്തമാണ്. 20 പേർ കുഴഞ്ഞു വീണിട്ടുണ്ട്. മരണസംഖ്യ 10 ആയിട്ടുണ്ട്. ഇനിയും ആളുകൾ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നു. സംസ്ഥാന സർക്കാരിന്റെ എല്ലാ തരത്തിലുള്ള ഏകോപനത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അവിടെ ഈ ആളുകളെ ആശുപത്രിയിൽ എത്തിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നതെന്ന് അറിയുന്നു. വിജയ് പരിപാടി അവസാനിപ്പിച്ച് തിരികെ പോയിട്ടുണ്ടെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. വിജയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉണ്ടാകേണ്ടതുണ്ട്. രാഷ്ട്രീയത്തിലേക്കൊക്കെ അപ്പുറത്തേക്ക് വിജയെ ഇഷ്ടപ്പെട്ട് വിജയെ കാണാനായി എത്തിയിട്ടുള്ള ആൾക്കൂട്ടമാണ്, ആളുകളാണ്. അവരാണ് ഈ അപകടത്തിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ശ്രീധരൻ, ഇനി സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിച്ചതെന്നാണ് അറിയേണ്ടത്. എന്തുകൊണ്ട് ഈ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ആ തരത്തിൽ, ഇതൊക്കെ നമ്മൾ മുന്നിൽ കാണുന്നതാണല്ലോ, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ രാജ്യത്ത് ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടല്ലോ. തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ ഈ സമീപകാലത്തെ സംഭവങ്ങൾ എടുത്താൽ, ഇപ്പോൾ ഹൈദരാബാദിൽ പുഷ്പ സിനിമയുടെ പ്രീമിയർ ഷോയുമായി ബന്ധപ്പെട്ട് വലിയ ദുരന്തം, സ്റ്റാമ്പേഡ് ഉണ്ടായി. അതിന് ഇടയിൽ ഒരു സ്ത്രീ മരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ആ കേസ് വലിയ ഒരു ദുരന്തം ആയി. അതായത് നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന രീതിയിലൊക്കെ എത്തി. ഇങ്ങനെ ആൾക്കൂട്ടം ഉണ്ടാകുന്ന ഇടങ്ങളിൽ പരമാവധി സൗകര്യങ്ങൾ അല്ലെങ്കിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഭരണകൂടങ്ങളുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ട് എന്നുള്ള കാര്യം
നമുക്ക് ഒഴിവാക്കാനാവില്ല. ബംഗളൂരുവിൽ ഈ സമീപകാലത്ത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുണ്ടായ ദുരന്തം ഒരു പാഠമാകേണ്ടതായിരുന്നു. അങ്ങനെ ഇത്തരത്തിൽ വലിയ തോതിൽ ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ ഈ സുരക്ഷാ പാളിച്ച ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഈ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഗൗരവകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിന് വില കൊടുക്കേണ്ടി വരുന്നത് പാവപ്പെട്ട ആളുകളുടെ, നിഷ്കളങ്കരായ മനുഷ്യരുടെ ജീവനുകളാണ് അതിന് വിലയായി നൽകേണ്ടി വരുന്നത്. എപ്പോഴും ഇങ്ങനെ പാവപ്പെട്ട ആളുകളാണ് അവരുടെ ജീവനാണ് കുരുതി കൊടുക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വന്നത്. ഇവിടെ നോക്കൂ, 10 പേരുടെ ജീവനാണ് ഇങ്ങനെ വലിയ ആൾക്കൂട്ടം, അതായത് കൃത്യമായിട്ടൊരു സംവിധാനങ്ങളില്ലാതെയാണ് ഈ സംസ്ഥാന പര്യടനം നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തുടക്കം മുതൽ തന്നെ നോക്കിയാൽ ട്രിച്ചിയിലെ സമ്മേളനമാവട്ടെ, അതിൽ വലിയ തോതിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ വലിയ തോതിൽ വിമർശനം നേരിടേണ്ടി വന്നു. പൊതുമുതലൊക്കെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് ആൾക്കൂട്ടം മാറുന്നു, TVK പ്രവർത്തകർ മാറുന്നു. അതിൽ മദ്രാസ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വലിയ വിമർശനം അന്ന് ഏൽക്കേണ്ടി വന്നിരുന്നു TVKക്ക്. അന്ന് ഏതെങ്കിലും തരത്തിലുള്ള നാശങ്ങൾ പൊതുമുതലിനുണ്ടായാൽ രാഷ്ട്രീയ പാർട്ടികൾ വിജയുടെ നേതൃത്വത്തിൽ നടക്കുന്ന എല്ലാ പരിപാടികളിലും വലിയ ആൾക്കൂട്ടമാണ്. പലപ്പോഴും ശ്രീധരൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തകളിലും ദൃശ്യങ്ങളിലും ഒക്കെ നമ്മൾ ആൾക്കൂട്ടത്തെ കാണാറുമുണ്ട്. സ്വാഭാവികമായിട്ട് ആൾക്കൂട്ടം വോട്ടാകുമോ എന്ന് നമ്മൾ ചോദിക്കുന്ന അത്രമാത്രം ആളുകളാണ്. അങ്ങനെ വിജയെ കാണാനായി എത്തിയിട്ടുള്ള ആളുകൾക്കാണ് ഇപ്പോൾ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. 10 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നുള്ള വിവരങ്ങൾ വരികയാണ്. അവിടെ നിന്ന് എത്രമാത്രം ആളുകളുണ്ടെന്ന് പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും.